എന്നുള്ള രീതിയിൽ 8 തന്നെയാണ് എല്ലായിടത്തും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വേറെ ഇതായിട്ട് തോന്നുന്നില്ല എനിക്ക്, ഇത് വേറൊരു എക്സ്പ്ലനേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തോന്നുന്നില്ല എന്നല്ല, ഇല്ല. കാര്യം ഞാൻ അന്ന് അനീഷ പറഞ്ഞിട്ട് ഞാൻ കുറേ നോക്കി, ഒരിടത്തും അതിന്റെ എക്സ്പ്ലനേഷൻ ഇല്ല. അതിനകത്ത് ഇങ്ങനെ 8 എന്ന് പറയുന്നു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല മാം, വേറെ ഒന്നും ഇല്ല. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ 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 മാം, താങ്ക് യു. ഇനി നമുക്ക് ഇന്ന് ഏതാണ്? മാക്ബത്തിന്റെ ബാലൻസ് അല്ലേ? ഇവിടെ എല്ലാ പേരും കുറെ പേരൊന്നും കാണാനില്ലല്ലോ. എന്ത് പറ്റി എല്ലാവരും? പനിയെങ്ങാനും പിടിച്ചാണോ അതോ? ഓക്കെ, നോക്കാം നമുക്ക്. ഇതെന്താണ്? ഇനി നമുക്ക് എന്താ ഉള്ളത്? മാക്ബത്ത്. ഓക്കെ, മാക്ബത്തിൽ ആക്ച്വലി നമ്മൾ മാക്ബത്തിന്റെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് പെൻഡിങ് ആയിട്ട് എന്താ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട്? മാക്ബത്തിന്റെ നോട്ട്സും ഉണ്ട്, പിന്നെ ഡോൾസ് ഹൗസിന്റെ കുറച്ച് MCQവും ഉണ്ട് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? അതെ. ഓക്കെ, അത് രണ്ടും ഞാൻ ഇട്ടേക്കാവേ, തരാം ഞാൻ. ഇനിയിപ്പോ ഈ ഒരാഴ്ച എനിക്ക് ഒരു റെസ്റ്റും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് പേപ്പർ പോലും മാറ്റി വെച്ചത്. ഒരല്പം പോലും ഞാൻ ഇരുന്നിട്ടില്ല. ഒന്നാമത് ഈ ചെയ്ത് പരിചയമില്ലാത്ത ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നെ ഈ എന്താ പറയുന്ന, മെന്റലി തന്നെ ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഒന്നാമതേ എനിക്ക് ഈ കാര്യം ഭയങ്കര പേടിയാണെന്നറിയാം. അതിന്റെ കൂടെ ഇതും കൂടെ ഒക്കെ വന്നപ്പോ ഞാൻ അങ്ങ് ഷോക്ക്ഡ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാരക്ടേഴ്സ് നോക്കാം. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയുടെ ഹിസ്റ്ററി എല്ലാം നമ്മൾ നോക്കിയില്ലേ? നമ്മുടെ ഹോളിംഗ് ഷെഡ്സ് ക്രോണിക്കിളും പിന്നെ സ്കോട്ട്ലൻഡിന്റെ അയർലൻഡിന്റെ ഒരു ഹിസ്റ്ററി, സെറ്റിംഗ് ഓഫ് ദ പ്ലേസ് സ്കോട്ട്ലൻഡ്, അതെല്ലാം നമ്മൾ നോക്കിയല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിയത് ഇതാണ്, ഹോളിംഗ് ഷെഡ്സ് ക്രോണിക്കിൾ ഒരു സോഴ്സ് ആണ്. പിന്നെ ഡയാമോണോളജി എന്ന് പറഞ്ഞിട്ട് ഒരു കിങ് ജെയിംസ് പബ്ലിഷ് ചെയ്ത ഒരു 1587 ഒരു വർക്കും കൂടെ സോഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അത് എഴുതിയില്ലെങ്കിൽ ഹോളിംഗ് ഷെഡ്സ് ക്രോണിക്കിൾസ് ആണ്. മറ്റേത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കൂ, അപ്പൊ ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ ഈ ക്യാരക്ടേഴ്സിന് ശരിക്കും ഒരു എന്താ പറയുന്നത്, ലിങ്ക് ചെയ്ത് പഠിക്കാനോ അങ്ങനെ പഠിക്കാനായിട്ട് വലിയതായിട്ട് ഒരു സ്കോപ്പ് ഉള്ള ഒരു ക്യാരക്ടർ ലിസ്റ്റ് അല്ല നമുക്ക് മാക്ബത്തിലുള്ളത്. ബാക്കിയുള്ളതിലൊക്കെ ആണെങ്കിൽ അവർക്ക് നിക് നെയിംസ് ഉണ്ടായിരിക്കും, അവരുടെ എന്താ പ്രൊഫഷൻ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ യൂഷ്വലി നമുക്ക് മനസ്സിലാക്കി ഓർത്ത് വെക്കാൻ പറ്റുന്ന ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ എപ്പോഴും നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് കൂടുതലും, അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് കൂടുതലും യൂസ്ഫുൾ ആകുന്നത്. നോക്കാം, എന്തായാലും നമുക്ക് നോക്കി വെക്കാം ക്യാരക്ടേഴ്സ്. അപ്പൊ അത് മാത്രമല്ല ഒരു ചെറിയ പ്ലേയും കൂടെ ആണല്ലോ, അപ്പൊ അധികം നമുക്ക് അങ്ങോട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒത്തിരി. കാര്യം ക്വസ്റ്റ്യൻസ് ഉള്ളതിന് കാരണം തന്നെ ഈ അതിന്റെ ഡയലോഗ്സ് ആണ്. ഓക്കെ, അപ്പൊ ഡയലോഗ്സ് ഹൂ സെറ്റ് ടു ഹൂം ഒക്കെ ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലേ ആണ്. അപ്പൊ ഷാൽ വി മൂവ് ഓൺ ടു ദി ക്യാരക്ടേഴ്സ്? കേശു ഇല്ലേ? എത്തിയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ മാക്ബത്ത് നോക്കൂ,
ഫസ്റ്റ് ക്യാരക്ടർ ആരുടെ തന്നെയാണ്? മാക്ബത്തിന്റെ തന്നെയാണ്. അപ്പൊ മാക്ബത്ത് ആരാണ്? സ്കോട്ടിഷ് ജനറൽ ആൻഡ് ദി തെയ്ൻ ഓഫ് ഗ്ലെമിസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ സ്കോട്ടിഷ് ജനറൽ, പിന്നെ തെയ്ൻ ഓഫ് ഗ്ലെമിസ്, പിന്നെ ആഫ്റ്റർ ദി വാർ ഹി ബിക്കംസ് ദി തെയ്ൻ ഓഫ് കൗഡോർ. വാറിന് ശേഷം തെയ്ൻ ഓഫ് കൗഡോർ ആകും. ഓക്കെ. പിന്നെയുള്ളത് ഹീസ് എ ബ്രേവ് സോൾജിയർ ആൻഡ് ഹീസ് എ പവർഫുൾ മാൻ. ഒരു ബ്രേവ് സോൾജിയർ ആണ്, ഒരു പവർഫുൾ പേഴ്സൺ ആണ്. പക്ഷെ ഹീസ് നോട്ട് എ വെർച്വസ് പേഴ്സൺ. ബ്രേവ് ആണ്, പവർഫുൾ ആണ്, പക്ഷെ വെർച്വസ് പേഴ്സൺ അല്ല. ഹീസ് നോട്ട് എ വെർച്വസ് പേഴ്സൺ ആൻഡ് ഹി ക്യാൻ ബി ഈസിലി ടെംപ്റ്റഡ്. അതുകൊണ്ടാണ് രണ്ട് ടെംപ്ടേഷനിൽ അയാൾ വീണു പോകുന്നത്. ഒന്ന് ആരുടെ ടെംപ്ടേഷൻ ആണ്? വിച്ചസിന്റെ ടെംപ്ടേഷനും, രണ്ടാമത്തത് ലേഡി മാക്ബത്തിന്റെ ടെംപ്ടേഷൻ. ഓക്കെ. അപ്പൊ സ്കോട്ടിഷ് ജനറൽ, then Thane of Glamis, then he becomes the Thane of Cawdor, then അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? King of Scotland. He becomes the Thane of Cawdor, then he becomes the King of Scotland. He is a brave soldier, powerful person, but not at all a virtuous person. He can be easily tempted. രണ്ട് പേരാണ് ടെംപ്റ്റ് ചെയ്തത്. ഒരാൾ ആരാണ്? The three witches, and the other one was Macbeth. Lady Macbeth, like Lady Macbeth. So and after becoming a king he becomes a tyrant. അപ്പൊ കിങ് അല്ല, ടൈറന്റ് ആണ് എന്നാണ് ആര് പ്രൂവ് ചെയ്തത്? മാക്ബത്ത് പ്രൂവ് ചെയ്തത്. ആക്ച്വലി he wanted to become a king, but he ended up in becoming a tyrant. Then see, unlike other Shakespearean villains, he is not at all comfortable in his role as a criminal. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡ്രോബാക്ക് ഉള്ള ഒരു ക്യാരക്ടർ എന്നുള്ള റോളിൽ നമ്മുടെ മാക്ബത്ത് വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ഓക്കെ, മാക്ബത്ത് ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ശരിക്കും he is unable to bear the psychological consequences of his atrocities. അയാൾ എപ്പോഴും ഒരു വേവറി മൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്തു കൂട്ടിയ ആ ദ്രോഹങ്ങളുടെ എല്ലാം കോൺസിക്വൻസസ് സഹിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഒന്നും ആർക്ക് പറ്റിയിരുന്നില്ല, നമ്മുടെ മാക്ബത്തിന് പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. മറ്റ് ദ വില്ലൻസ് ഓഫ് ഷേക്സ്പിയറിന്റെ പ്ലേയുടെ മറ്റ് വില്ലൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദിസ് മാൻ ഇസ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഹി cannot bear the he is not at all comfortable in his taboo as a criminal. And the next thing is that he cannot bear his psychological consequences or the psychological consequences of his atrocities. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ശരിക്കും മാക്ബത്തിനെ കൊല്ലാനായിട്ട് ലേഡി മാക്ബത്ത് പറഞ്ഞു വിടുമ്പോൾ ഇയാൾ പോകും, കൊല്ലും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു ഡാഗർ വെച്ച് കുത്തും. ഒറ്റ കുത്ത് മാത്രമേ കുത്തുന്നുള്ളൂ. ബാക്കി കുത്തി കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? ലേഡി മാക്ബത്ത് ആണ്. അപ്പൊ ആലോചിക്കണം, ഇയാളെ നോക്കിയിട്ട് ഇയാളങ്ങ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുത്തിയതിനു ശേഷം ലേഡി മാക്ബത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് he says his the silver line of his body skin is the lined with red, അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ എഴുതി വെച്ചു. his silver skill laced with his golden blood. അപ്പൊ അത് പറയുന്നത് മാക്ബത്ത് ആണ് അത് പറയുന്നത്. അപ്പൊ അതൊക്കെ പറയുന്നത് അവസാനമാണ്, ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ അയാളുടെ ആ ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഹലൂസിനേഷൻസ് ആണ്. ബാങ്കോയുടെ തന്നെ ഗോസ്റ്റിനെ കാണുന്ന ഹലൂസിനേഷൻ തന്നെ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ മാക്ബത്ത് ക്ലിയർ അല്ലേ? ഇത്രയൊക്കെ മാക്ബത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും അതിനകത്തില്ല. ഓക്കെ ആണോ മാക്ബത്ത്? അടുത്ത് ലേഡി മാക്ബത്ത്. ലേഡി മാക്ബത്ത് ആരാണ്? നൺ അതർ ദാൻ മാക്ബത്ത്സ് വൈഫ്. ആൻഡ് ഷീസ് എ ഡീപ്ലി അംബീഷ്യസ് ലേഡി. ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ലേഡി മാക്ബത്ത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബത്തിന് ആ വിച്ചസ് പറഞ്ഞത് കേട്ട് ഒരു ടെംപ്ടേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ പോലും മാക്ബത്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിക്കില്ലായിരുന്നു, അൺലെസ് ആൻഡ് അൺടിൽ ആര് പറഞ്ഞത് കൊണ്ടാണ്? ലേഡി മാക്ബത്ത് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, say in the end what happens is Lady Macbeth falls victim to her own guilt.
അവരുടെ തെറ്റിന്റെ തന്നെ വിക്ടിമായി മാറുകയാണ് അവര്. ആൻഡ് ഷീ എൻഡ്സ് അപ്പ് ഇൻ മാഡ്നെസ്. അത് കഴിഞ്ഞിട്ട് അവസാനം എന്താകുന്നു? ഷീ എൻഡ്സ് അപ്പ് ഇൻ ബിക്കമിങ് എ മാഡ് ലേഡി. ക്ലിയർ ആണോ അത്രയും? ഇൻ ദി എൻഡ് ഷീ കമ്മിറ്റ്സ് സൂയിസൈഡ്. Okay, and അതിന്റെ in between എന്താണ്? She also has somnambulism, that is sleepwalking. Okay, somnambulism, and she becomes a victim of somnambulism or sleepwalking. അത്രയും okay ആണോ? ഓക്കെ ആണ് മാം. Okay, പറയട്ടെ അടുത്തത്. നെക്സ്റ്റ് വൺ ഇസ് 3 witches. Okay, 3 witchesനെ 3 black and midnight hags എന്നാണ് പറയുന്നത്. Okay, 3 black and midnight hag, HAGS. നോക്കൂ, ഹാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കൾട്ട് എന്നാണ്, വിച്ച് എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, ത്രീ ബ്ലാക്ക് ആൻഡ് മിഡ് നൈറ്റ് ഹാഗ്സ്. എഴുതിയോ അത്? 3 black and midnight hags. അടുത്ത് അവരുടെ predictions prompt him to murder Duncan. ഹിം എന്ന് പറഞ്ഞാൽ ആരാണ്? prompt Macbeth to murder Duncan. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ predictions കാരണമാണ് മാക്ബത്ത് ഡങ്കനെ കൊല്ലുന്നത്. And again, say other guilt or atrocities which he does is that he kills Banquo and his son. ബാങ്കോയെയും ബാങ്കോയുടെ മകനെയും കൊല്ലാനായിട്ട്. പക്ഷെ ആരെയാണ് കൊല്ലാൻ പറ്റിയത്? ബാങ്കോയെ മാത്രമാണ് കൊല്ലാൻ പറ്റിയത്. മകൻ രക്ഷപ്പെട്ടു. ആൻഡ് he also blindly, Macbeth also blindly believes that he is immortal. അപ്പൊ 3 predictions ആണ്. First prediction was that he will become the king of Scotland. അതോടുകൂടി he kills Duncan. Second one is they order the death of Banquo and his son. And the third one is they make him blindly believe that he is immortal. അയാൾ ഇമ്മോർട്ടൽ ആണ് എന്ന് ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യാനായിട്ട് ആരാണ്? ഈ വിച്ചസ് ആണ്. ക്ലിയർ ആണോ? അടുത്തത്, see, they were the servants of Hecate എന്നാണ് പറയുന്നത്. ഹെക്കേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ക്വീൻ ഓഫ് വിച്ചസ്. അവരുടെ സെർവന്റ് എന്നാണ് പറയുന്നത്. they were the servants of Hecate. അടുത്ത്, they resemble the mythology. ഫേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിധി. അപ്പോ ഈ ഫേറ്റ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു ട്രയോ ഓഫ് ഗോഡസസ് ആയിട്ടാണ് പറയുന്നത്. കേൾക്കുന്നോ? കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ കേട്ടോ? കേൾക്കാം. ഇടയ്ക്ക് വിട്ടു. പറയാം. ഞാൻ എവിടെ പോയിരിക്കും? അതാണ് ഞാൻ പുറത്തിറങ്ങാനും വയ്യ, നിങ്ങക്ക് കേൾക്കാനും വയ്യ. ഞാൻ വൈഫൈ ഓൺ ചെയ്തിട്ടേക്കുവാണ്. എന്നിട്ട് ഇപ്പൊ കേൾക്കാവോ? ഫേറ്റ്സ് ഞാൻ പറഞ്ഞത് കേട്ടില്ല അല്ലേ? ഇല്ല മാം, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാവോ? കേട്ടില്ലെങ്കിൽ പറയണേ. ഞാൻ നോക്കുമ്പോ ഇതിനകത്ത് ഈ ബ്ലൂ വൺ ബ്ലിങ്ക് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ ഒരു ധാരണ നിങ്ങൾ കേൾക്കുന്നു എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ വിച്ചസ്, ഈ 3 വിച്ചസ് മിത്തോളജിക്കൽ ഫെയ്റ്റ്സ്, ഫെയ്റ്റ്സിനെയാണ് റിസംബിൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ ഫെയ്റ്റ്സ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്റ്റ്സിന് ട്രയോ ഓഫ് ഗോഡസസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പോളിതീയിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തിയോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റിലീജിയൻ റിലേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ പോളിതീയിസം, ഒന്നിൽ കൂടുതൽ റിലീജിയൻ എന്നുള്ള ആ ഒരു യൂറോപ്യൻ മോട്ടീഫില്, കേൾക്കാമോ?
കേൾക്കാം. കേൾക്കാം ഓക്കെ ഓക്കെ. ആ യൂറോപ്യൻ മോട്ടീഫില് റെപ്രസെന്റ് ചെയ്യുന്ന 3 ഗോഡസസിനെയാണ് നമ്മൾ ഫെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയ്റ്റ്സ് ഓഫൺ എക്സ്പ്രസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ മെറ്റഫർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഫൈബേഴ്സ് ഒക്കെ സ്പിൻ ചെയ്യുന്നത്. അപ്പൊ അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ ഡെസ്റ്റിനിയുടെ ഡെസ്റ്റിനി എന്ന് വെച്ചാൽ വിധിയുടെ നൂലുകൾ നെയ്യുന്ന 3 ഗോഡസസ് എന്നുള്ളതാണ് മിത്തോളജിക്കലി ഫെയ്റ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫെയ്റ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ അത് ഗോഡസസ് ആണെങ്കിൽ ഇവര് 3 പേരും ആരാണ്? വിച്ചസ് ആണ്. ക്ലിയർ ആണോ? എല്ലാ പേർക്കും പറയണോ? യെസ് മാം, ക്ലിയർ ആണ്. അതായത് സി ദ 3 വിച്ചസ്. ഓക്കെ, അപ്പൊ 3 വിച്ചസിൽ നമ്മൾ പറഞ്ഞു വന്നത് 3 ബ്ലാക്ക് ആൻഡ് മിഡ് നൈറ്റ് ഹാഗ്സ് ആൻഡ് their predictions make 3 things to happen. One is, and those 3 things happen to Macbeth. One is that Macbeth murders Duncan. Second one is that he orders the death of Banquo and Banquo's son Fleance. Third is that he blindly believes that he is immortal. Are the 3 clear ano? Yes, ma'am. ക്ലിയർ ആണ്. Okay, and these 3 witches, അപ്പൊ ബ്ലാക്ക് ആൻഡ് മിഡ് നൈറ്റ് ഹാഗ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ ചോദിക്കാം who were represented as black and midnight hags. നമ്മളിപ്പോ മാക്ബത്ത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അത് മാക്ബത്ത് ആണെന്ന്. പക്ഷെ നമ്മൾ ഒത്തിരി ഇനി ഇപ്പൊ മൊത്തം പ്ലേസും പഠിച്ചില്ല, ഈ ഹോൾ സിലബസ് വെച്ചിട്ട് ഒരു എക്സാം എഴുതുമ്പോൾ വിൽ ബി കൺഫ്യൂസ്. സോ അണ്ടർലൈൻ ദാറ്റ് ബ്ലാക്ക് ആൻഡ് മിഡ് നൈറ്റ് ഹാഗ്സ്, ഇറ്റ് ഇസ് said about whom, said about none other than the 3 witches. അത് മാത്രമല്ല, these 3 witches were the servants of Hecate. ഹെക്കേറ്റിന്റെ സെർവൻസ് ആയിരുന്നു ഈ 3 വിച്ചസ്. ഹെക്കേറ്റ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് വിച്ചസ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ക്വീൻ അല്ലെങ്കിൽ ഗോഡസസ് ഓഫ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയാം നമുക്ക്. ഗോഡസസ് ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആണ് ഹെക്കേറ്റ്. ഇനി ഈ 3 വിച്ചസും ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദീസ് 3 വിച്ചസ് represents the European mythological trio of goddesses called fates. FATES. ഓക്കെ, അപ്പൊ ഫെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂറോപ്യൻ ട്രയോ ഓഫ് ഗോഡസസ് ഉണ്ട്. ട്രയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര്, 3 ഗോഡസസ് ഉണ്ട്. അപ്പൊ ഈ 3 ഗോഡസസ് ആരാണ്? ഈ 3 ഗോഡസസ് ശരിക്കും ഫെയ്റ്റ്സ്, FATES, ഫെയ്റ്റ്സ് എന്നാണ് പറയുന്നത്. ഇവർ 3 പേരുണ്ട്. ഇവരെ എപ്പോഴും നമ്മൾ ടെക്സ്റ്റൈൽ മിത്തോളജിയുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ മിത്തോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, തുണിയൊക്കെ നെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ ഡെസ്റ്റിനി നെയ്യുന്ന ആൾക്കാരാണ് ഈ ഫെയ്റ്റ്സ് എന്ന് പറയുന്ന ട്രയോ ഓഫ് ഗോഡസസ്. ഓക്കെ, അപ്പൊ ഈ ട്രയോ ഓഫ് ഗോഡസസ് എന്ന് പറയുന്നത് യൂറോപ്യൻ മിത്തോളജിയിലുള്ളതാണ്. അപ്പൊ ഈ യൂറോപ്യൻ മിത്തോളജിയിലുള്ള ട്രയോ ഓഫ് ഗോഡസസ് ആണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഇതിനകത്തുള്ള ഈ 3 വിച്ചസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. കാര്യം ഈ 3 വിച്ചസ് ആരുടെ ഫെയ്റ്റ് ആണ് വീവ് ചെയ്യുന്നത്? They weaves the fate of none other than Macbeth. ഇപ്പൊ ക്ലിയർ ആണോ? Yes, ma'am. എല്ലാ പേർക്കും Clear ആണ്. അപ്പൊ 3 witches is equivalent to whom? Is equivalent to fates. FATES. Fates എന്ന് പറയുന്നത് trio of goddesses in European mythology. And what do? They weave the fate അല്ലെങ്കിൽ future of human beings. അതുപോലെ why these 3 witches are equated with the trio? Because these 3 witches weave the fate of none other than Macbeth. ക്ലിയർ ആണല്ലോ? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് വൺ ബാങ്കോ. അപ്പൊ ഇത്രയേ ഉള്ളൂ 3 വിച്ചസ്. ബാങ്കോ ആരാണെന്ന് അറിയാലോ? Macbeth friend. മാക്ബത്തിന്റെ ഫ്രണ്ട് ആണ്. ഒരു ആരാണ്? നോബിൾ ജനറൽ ആണ്. ബ്രേവ് പേഴ്സൺ. ഹി വാസ് എ ബ്രേവ് സോൾജിയർ. ഹി വാസ് എ നോബിൾ ജനറൽ ആൻഡ് ഹി വാസ് എ ഫ്രണ്ട് ഓഫ് മാക്ബത്ത്. Okay.
Next one. See. Banquo's character stands as a rebuke to Macbeth. ഇപ്പൊ മാക്ബത്തിന് ഒരു റിബ്യൂക്ക് ആയിട്ടാണ് ആരുടെ ക്യാരക്ടർ നിൽക്കുന്നത്? നമ്മുടെ ബാങ്കോയുടെ ക്യാരക്ടർ നിൽക്കുന്നത്. ഓക്കെ, കേൾക്കാവോ? ഓക്കെ. അപ്പൊ റിബ്യൂക്ക് മീൻസ് ഇറ്റ് ഈസ് എ റിപ്രോച്ച് ഓർ ഒരു എന്താ ഡിസപ്രൂവൽ. ശരിക്കും മാക്ബത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു ഡിസപ്രൂവൽ ആയിട്ടാണ് ബാങ്കോയുടെ ക്യാരക്ടർ വരുന്നത്. ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അപ്പോ ശരിക്കും ബാങ്കോയെയും അവർ ടെംപ്റ്റ് ചെയ്തു. ദോസ് പീപ്പിൾ ടെംപ്റ്റഡ് ബാങ്കോ ഓൾസോ, ബട്ട് ബാങ്കോ ഡിഡ്ന്റ് fall into the temptation. ആ ടെംപ്റ്റേഷനിൽ ബാങ്കോ വീണില്ല. പകരം ബാങ്കോ എന്താ ചെയ്തത്? ബാങ്കോ ടെംപ്റ്റഡ് ആയിരുന്നു, അയാളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മാക്ബത്തിനെ പോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തില്ല. അത് മാത്രമല്ല, ഡങ്കൻ മരിച്ചു കഴിഞ്ഞപ്പോ മറ്റുള്ളവരെക്കാൾ മുന്നേ ഡൗട്ട് തോന്നിയത് ബാങ്കോയ്ക്കാണ്. ഓക്കെ, then Banquo's ghost. It was Banquo's ghost that haunts Macbeth. മാക്ബത്തിനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നത് ആരുടെ ഗോസ്റ്റ് ആണ്? ബാങ്കോയുടെ ഗോസ്റ്റ് ആണ്. നോട്ട് ഈവൻ ഡങ്കൻസ് ഗോസ്റ്റ്. ഡങ്കനെ കൊന്നു എങ്കിലും ഡങ്കന്റെ ഗോസ്റ്റ് പോലും മാക്ബത്തിനെ ഹോണ്ട് ചെയ്യുന്നില്ല. മാക്ബത്തിനെ ഹോണ്ട് ചെയ്യുന്നത് അത്രയും ആരുടെ ഗോസ്റ്റ് ആണ്? ബാങ്കോയുടെ ഗോസ്റ്റ് ആണ്. ക്ലിയർ ആണോ അത്രയും? ക്ലിയർ ആണ്. Next one is Duncan. See, King Duncan was the good king of Scotland. നല്ലൊരു കിങ് ആയിരുന്നു ഡങ്കൻ. മാക്ബത്ത് murders him. Okay, and then he can be called as a model of virtuous, benevolent and far-sighted ruler. അപ്പൊ വളരെ virtuous ആയിട്ട്, good natured ആയിട്ട്, benevolent, kind ആയിട്ട്, far-sighted, ദീർഘദൃഷ്ടിയുള്ള ഒരു കിങ് ആയിരുന്നു നമ്മുടെ കിങ് ഡങ്കൻ. ഓക്കെ, see, King Duncan's death, it resembles, അല്ലെങ്കിൽ it symbolizes the destruction of order in Scotland. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ മാത്രമല്ല, ഏസിൽ സംഭവിച്ചാൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഡങ്കന്റെ മരണവും ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഇൻ സ്കോട്ട്ലൻഡ്. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ മാം. Okay, next one, it is MACBETH. Okay, next person is MACBETH ആണ്. MACBETH is the next person. MACBETH എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കോട്ടിഷ് നോബിൾ ആൻഡ് തെയ്ൻ ഓഫ് ഫിഫെ ആണ്. ഒരു സ്കോട്ടിഷ് നോബിൾ ആണ്, അതുപോലെ തെയ്ൻ ഓഫ് ഫിഫെ ആണ്. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക, തെയ്ൻ ഓഫ് ഫിഫെ, FIFE. Then hostile to Macbeth's kingship. അപ്പൊ മാക്ബത്തിന്റെ കിങ്ഷിപ്പ് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആരാണ്? മാക്ബെത്ത്. കാര്യം മാക്ബെത്ത് ആണ് ആക്ച്വലി ഫസ്റ്റ് കാണുന്നത് ആര് മരിച്ചു കിടക്കുന്നത്? ഡങ്കൻ. ആ ഡങ്കൻ മരിച്ചു കിടക്കുന്നത് ആദ്യം കാണുന്നത് നമ്മുടെ ഇയാളാണ്, മാക്ബെത്ത് ആണ് ആദ്യം കാണുന്നത്. ഓക്കെ, എന്നിട്ട് ആ മാക്ബെത്ത് ആണ് ഡൗട്ട് തോന്നുന്നത്. മാക്ബെത്ത് മറ്റൊരാളിനും അല്ല ഡൗട്ട് തോന്നുന്നത്, മാക്ബെത്തിനാണ് ആക്ച്വലി ഡൗട്ട് തോന്നുന്നത്. പിന്നെ മാക്ബത്തിന്റെ കിങ്ഷിപ്പില് ഒട്ടും ഇഷ്ടമില്ലാത്തത് അതുകൊണ്ട് മാക്ബെത്തിനാണ്. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഹിസ് wife and children were murdered by Macbeth. Okay, ശരിക്കും മാക്ബത്തിന് ഭയങ്കരമായിട്ട് ഒരു റിവെഞ്ച് ആരോട് തോന്നുന്നു? മാക്ബത്തിനോട് തോന്നുന്നു. അതിന് കാരണവും ഇത് തന്നെയാണ്. മാക്ബത്തിന് ഇയാളെ ഡൗട്ട് ഉണ്ട് എന്നുള്ളത് കാരണം മാക്ബത്ത് എന്താ ചെയ്യുന്നത്? ഇയാളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? ഇയാളെ ടോർച്ചർ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇയാൾ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇയാളുടെ കുട്ടിയെയും വൈഫിനെയും കൊല്ലുന്നു. അതിന്റെ പ്രതികാരവും കൂടെയാണ് മാക്ബെത്ത് ലീഡ്സ് ദി ക്രൂസൈഡ് ടു അൺസീറ്റ് മാക്ബെത്ത്. അപ്പൊ ശരിക്കും ക്രൂസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റ്, ഈ മാക്ബെത്തിനെ അൺസീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഫൈറ്റ് എന്ത് ചെയ്യാണ്?
ലീഡ് ചെയ്യുന്നത് ആരാണ്? മാക്ബെത്ത് ആണ്. ഓക്കെ, one is crusade means ഒരു campaign അല്ലെങ്കിൽ drive push എന്നൊക്കെ. See, next one is Malcolm. Okay, Malcolm ആരാണ്? Malcolm is none other than Duncan's son. ഡങ്കന്റെ മകനാണ് മാൽക്കം. ഓക്കെ, ഡങ്കന് 2 മക്കളാണ്. ഒന്ന് ഡങ്കനും വേറൊന്ന് ഡങ്കൻ 2 മക്കളാണ്. ഒന്ന് മാൽക്കമും വേറൊന്ന് ആരാണ്? ഡൊണാൾഡ് ബെയ്ൻ ആണ്. ഡൊണാൾഡ് ബെയ്ൻ. മാൽക്കവും ഡൊണാൾഡ് ബെയ്നും ഡങ്കൻ അന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. അതിൽ മാൽക്കം ആണ് ലണ്ടനിലേക്ക് പോകുന്നത്, ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് അവർ തിരിച്ചു വന്ന് ഇയാളെ എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. ഹെക്കേറ്റ്. അടുത്തത് ഹെക്കേറ്റ്. ഹെക്കേറ്റ് ആരാണ്? പിന്നെ മാൽക്കമിന് ഒരു ഇതും ഉണ്ട്. ഡങ്കന്റെ മകനാണ് ഡങ്കൻ സൺ ആൻഡ് ഹി വാസ് റെസ്റ്റോർഡ് ടു ദി ത്രോൺ. ഓക്കെ, ത്രോണിൽ തിരിച്ചു വരുന്നത് ആരാണ്? മാൽക്കം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹെക്കേറ്റ്. ഹെക്കേറ്റ് ആരാണ്? ഹെക്കേറ്റ് ഇസ് ദി ഗോഡസ് ഓഫ് വിച്ച്ക്രാഫ്റ്റ്. വിച്ച്ക്രാഫ്റ്റ് ഗോഡസ് ആണ് ഹെക്കേറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലിയാൻസ്. പ്ലിയാൻസ് ബാങ്കോയുടെ മകനാണ്. ഓക്കെ, പ്ലിയാൻസ് ഇസ് ദി സൺ ഓഫ് ബാങ്കോ. അപ്പോ ബാങ്കോയുടെ ഈ മകനെയും കൂടെ കൊല്ലാനാണ് ആര് പറയുന്നത്? മാക്ബെത്ത് പറയുന്നത്. ഓക്കെ, വിച്ചസ് പറയുന്നത് കേട്ടിട്ട് മാക്ബെത്ത് ഓർഡർ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു കിൽ പ്ലിയാൻസ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിയാൻസ് അവിടെ ഉണ്ടാകും എന്ന് മാക്ബെത്തിന് അറിയില്ലായിരുന്നു. ബാങ്കോയെ മാത്രമാണ് മാക്ബെത്ത് എന്തിനു കേൾക്കുന്നോ? ഓക്കെ, ബാങ്കോയെ മാത്രമാണ് മാക്ബെത്ത് എന്തോന്നിന് വിളിക്കുന്നത്? ഈ ഒരു ഫീസ്റ്റിന് വിളിക്കുന്നത്. പക്ഷേ കൂടെ ആരും വരുന്നുണ്ട്? ഫ്ലിയാൻസ് വരുന്നുണ്ട്. അപ്പൊ മകനും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് മകനെയും എന്ത് ചെയ്യാനായിട്ട് പറയുന്നത്? മകനെയും കൊല്ലാനായിട്ട് ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തത് ബാങ്കോയെ കൊല്ലാനാണ്. പക്ഷെ മകനും കൂടെ ഉള്ളപ്പോൾ വിറ്റ്നസ് ആവും എന്നുള്ളത് കൊണ്ട് രണ്ടുപേരെയും കൊല്ലാനാണ് മർഡറേഴ്സ് തീരുമാനിക്കുന്നത്. പക്ഷെ മകൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതിലാർക്ക് വിഷമമുണ്ട്? മാക്ബെത്തിന് വിഷമമുണ്ട്. കാര്യം ബാങ്കോയുടെ ആൾക്കാരാണ് പിന്നെയുള്ള കാലം രാജാവ് എന്ന് പറഞ്ഞു. അപ്പൊ ബാങ്കോയുടെ മകനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ലല്ലോ എന്നുള്ളതും മേ ബി അയാൾ ഉദ്ദേശിച്ചു കാണും. അപ്പൊ ഫ്ലിയാൻസ് സർവൈവ്സ് മാക്ബെത്ത് അറ്റംപ്റ്റ് ടു മർഡർ ഹിം. മാക്ബെത്തിന്റെ മർഡർ ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആര് സർവൈവ് ചെയ്യുന്നുണ്ട്? ഫ്ലിയാൻസ് സർവൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ വെയർ അബൌട്ട്സ് ആർ നോൺ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലേ. ആ പ്ലേയുടെ അവസാനവും നമ്മൾ വിചാരിക്കുന്നത് ബാങ്കോയുടെ ആൾക്കാർ വരുമെന്നും ത്രോണിൽ വരുമെന്നും ഒക്കെയാണ്. പക്ഷെ എൻഡ് വരെയും നമുക്ക് അറിയില്ല ആക്ച്വലി ഫ്ലിയാൻസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ അല്ലേ അത്? അടുത്തത് ലെനക്സ് ആൻഡ് റോസ്. ലെനക്സും റോസും കുറച്ച് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് അല്ലേ? കാര്യം ലെനക്സും റോസും അല്ലേ മാക്ബെത്തിനോട് വന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹി വാസ് മെയ്ഡ് ദി തെയിൻ ഓഫ് കൗഡോർ എന്ന് പറയുന്നത് ആഫ്റ്റർ ദി പ്രോഫസിക്ക് ശേഷം ഫോറസ്റ്റിൽ വന്ന് ഇവരാണ് ഈ ന്യൂസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ആൻഡ് ദീസ് പീപ്പിൾ വെർ ദി സ്കോട്ടിഷ് നോബിൾമെൻ. ലെനക്സ് ആൻഡ് റോസ്. LENNOX. ലെനക്സ് ആൻഡ് റോസ്. ROSS. ഓക്കെ ആണോ? കിട്ടിയോ? ലെനക്സ് ആൻഡ് റോസ് കിട്ടിയോ? ലെനക്സ് LENNOX. കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആവുന്നോ? ഇടയ്ക്ക് ബ്രേക്ക് ആയോ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാൻ വേറെ എവിടെയെങ്കിലും പറ്റുമോ നോക്കട്ടെ. അയ്യോ, നിങ്ങളൊന്ന് എനിക്ക് അവിടെ ഇരുന്നൊന്ന് ക്ലാസ് എടുക്കാൻ റേഞ്ച് കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് അകത്തിരിക്കോ? ഇവിടെ ചിലപ്പോ റേഞ്ച് കിട്ടുമായിരിക്കും കേട്ടോ.
കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഡോർ അടച്ചിടുവോ പ്ലീസ്? എനിക്ക് ക്ലാസ് എടുക്കണം. അപ്പൊ നമ്മള് ഏതുവരെ എത്തി? മാൽക്കം കഴിഞ്ഞു. നമ്മള് ലെനക്സ് ആൻഡ് റോസ് ആണ് എത്തിയത് അല്ലേ? Lennox and Rose. Lennox and Rose both were the Scottish noble people. Scottish noble people ആണ് ലെനക്സും റോസും. അപ്പൊ അവര് മാക്ബത്തിനെ ഇൻഫോം ചെയ്യാണ് എന്താണ് he was going to become the Thane of Cawdor. അവര് ശരിക്കും ഇവിടുന്ന് ഫോറസ്റ്റിൽ വെച്ച് ഇൻഫോം ചെയ്യുന്ന കാര്യം ഓർമ്മയില്ലേ? ഓക്കെ. ഫോറസ്റ്റിൽ വെച്ച് അവര് രണ്ട് വിച്ചസ് ഇങ്ങനെ പറയത്തില്ലേ, ഈ പ്രോഫസി, വിച്ചസിന്റെ ഈ പ്രോഫസി കഴിഞ്ഞിട്ട് വിച്ചസ് ഇവര് മുന്നോട്ട് നടക്കുമ്പോ രണ്ട് നോബിൾ പീപ്പിൾ വന്നിട്ട് തെയ്ൻ ഓഫ് ഗ്ലെമിസ്, അത് കഴിഞ്ഞിട്ട് ഹെയിൽ തെയ്ൻ ഓഫ് കൗഡോർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ലെനക്സും റോസുമാണ്. അവര് ശരിക്കും അവരാണ് they are the people who informed him that actually he has become the Thane of Cawdor. Okay. അടുത്തത് murderers കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. murderers ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ murderers ഗ്രൂപ്പ് ഓഫ് റഫിയൻസ് ആണ്. റഫിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഈ ഗുണ്ടാസ്. Conspirated by Macbeth to murder Banquo, Fleance, Macduff's wife and children. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് റഫിയൻസിനെയാണ് മാക്ബത്ത് ഏൽപ്പിക്കുന്നത് ബാങ്കോയെയും ഫ്ലിയാൻസിനെയും മാക്ഡഫിന്റെ വൈഫിനെയും കുട്ടികളെയും കൊല്ലാനായിട്ട്. ഓക്കെ. So the murderers, a group of ruffians, conspirated അല്ലെങ്കിൽ conscripted by Macbeth to murder Banquo, Fleance, Macduff's wife and children. അടുത്തത് പോർട്ടർ ആരാണ്? Gatekeeper. Gatekeeper of Macbeth's castle. Drunken gatekeeper of Macbeth's castle. അയാൾ ഡ്രങ്കൺ ആയിരുന്നത് കൊണ്ടാണ് ലേഡി മാക്ബത്ത് അയാളുടെ തലയിൽ ഇതെല്ലാം കൂടെ വെച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല, അയാൾ ഭയങ്കരമായിട്ട് ഡ്രങ്ക് ആയിരുന്നത് കൊണ്ട് ലേഡി മാക്ബത്തും അതിനകത്ത് കയറുന്നത് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ആരൊക്കെ വന്നു എന്നുള്ളതും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ അയാളെ ശരിക്കും ബ്ലെയിം ചെയ്യുന്നത്. അതിനകത്ത് കയറിയിട്ട് രണ്ട് ചാമ്പർലൈൻസ് ഉണ്ടായിരുന്നവരെ രണ്ടുപേരെയും തലവെട്ടി കൊല്ലുന്നത്. അപ്പൊ ദി ഡ്രങ്കൺ ഡോർമാൻ ഓഫ് മാക്ബത്ത്സ് കാസിൽ. ഓക്കെ, ക്ലിയർ ആണോ അത്? Yes, ma'am. Next one is Lady Macbeth. Lady Macduff. Lady Macduff is Macduff's wife. Okay. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ she and her home serve as contrast to Lady Macbeth and the hellish world of Inverness. ശരിക്കും ലേഡി മാക്ബത്തിന്റെ ജസ്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ലേഡി മാക്ഡഫ്. ഓക്കെ, ലേഡി മാക്ബത്ത് വളരെ അംബീഷ്യസ് ആണെങ്കിൽ ലേഡി മാക്ഡഫ് ഉള്ളത് കൊണ്ട് അവരുടെ ഫാമിലിയെ നന്നായി നോക്കി ജീവിക്കാൻ താല്പര്യമുള്ള ഒരു ലേഡിയാണ് ഈ ലേഡി മാക്ഡഫ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി മാക്ഡഫ് ആൻഡ് ഹെർ ഹോം ഈസ് എ കോൺട്രാസ്റ്റ് ടു ലേഡി മാക്ബത്ത്സ് ഹോം അറ്റ് ഇൻവർനസ്. അപ്പൊ ഇൻവർനസിലുള്ള ലേഡി മാക്ബത്തിന്റെ വീടിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആരുടെ വീട് വരുന്നത്? ലേഡി മാക്ഡഫിന്റെ വീട് വരുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ഡൊണാൾഡ് ബെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡങ്കന്റെ മകനാണ്. അതുപോലെ തന്നെ മാൽക്കമിന്റെ യങ്ങർ ബ്രദർ ആണ്. Duncan's son and Malcolm's younger brother. Donald Bain, Duncan's son and Malcolm's younger brother. Next is Angus. പറയട്ടെ അടുത്ത ക്യാരക്ടേഴ്സിന്. ആംഗസ്. കേൾക്കുന്നില്ലേ? ഹലോ മാം. എന്താ കേശു? ഡങ്കണിന്റെ ഡെത്തിന് ശേഷമേ ഈ മാൽക്കവും ഡൊണാൾഡിനും പറഞ്ഞോളൂ. മാൽക്കവും ഡൊണാൾഡിനും ഇവർ രണ്ടുപേരും നാട് വിടത്തില്ലേ? അപ്പോ മാൽക്കം ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു. ഡൊണാൾഡിൻ എങ്ങോട്ടാണ്? ഫ്രാൻസ് ആണോ? ഫ്രാൻസ് ആണ്.
അയർലൻഡ് ഞാൻ എന്തോ പറഞ്ഞു തന്നത് അന്ന് ഞാൻ എന്തോ എഴുതിയല്ലോ ഫ്രാൻസോ അയർലൻഡോ അയർലൻഡ് എന്നാണെന്ന് തോന്നുന്നു മിസ്സേ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. നോക്കട്ടെ, അത് ഞാൻ എഴുതി വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം നമ്മള് ഡൊണാൾഡ് അയർലൻഡിലും മാൽക്കം ഇംഗ്ലണ്ടിലോട്ടും പോകുന്ന പറഞ്ഞു. അയർലൻഡ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? അതെ അതെ അതെ. അയർലൻഡ് കേശു. ഓക്കെ. അയർലൻഡ്. ഈ ഫ്രാൻസും അയർലൻഡും എല്ലാം ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്നതുകൊണ്ട് ഏത് എവിടെ എന്നുള്ളത് നമുക്ക് കാര്യം ഏത് സ്റ്റോറി എടുത്ത് നോക്കിയാലും നമുക്ക് ഫ്രാൻസും അയർലൻഡും ഒക്കെ ഉണ്ട്. അപ്പോ അത് ക്ലിയർ ആണല്ലോ ഡൊണാൾഡ് ബെയിൻ്റെത്. ഓക്കെ. Next one, Angus Menteith. Angusum Menteith. Menteithന്റെ spelling MENTEITH. Menteith. Caithness. 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 Angus Menteith and Caithness. Okay. കേട്ടോ? കേട്ടു. ഇവര് മൂന്നുപേരും ആരാണ്? ദീസ് ത്രീ ആർ ദി സ്കോട്ടിഷ് തെയിൻസ്. ഓക്കെ, സ്കോട്ട്ലൻഡില് വേറെ 3 തെയിൻസ് ആണ്. THANES തെയിൻസ് ആണ് ഇവര്, അതായത് ലോർഡ്സ് എന്ന് പറയാം നമുക്ക്. അടുത്തത് സിവേർഡ്. സിവേർഡ് ആരാണ്? ജനറൽ ഓഫ് ദി ഇംഗ്ലീഷ് ഫോഴ്സസ്. സിവേർഡ് ഇസ് ദി ജനറൽ ഓഫ് ദി ഇംഗ്ലീഷ് ഫോഴ്സസ്. അടുത്ത് യങ് സിവേർഡ്. യങ് സിവേർഡ് ആരാണ്? സിവേർഡ്സ് സൺ. ഓക്കെ, കിട്ടിയോ? കിട്ടി മാം. കിട്ടി. അടുത്തത് സെയ്റ്റൺ. സെയ്റ്റൺ ആരാണ്? മാക്ബെത്ത്സ് ആർമറർ. മാക്ബെത്ത്സ് ആർമറർ ആണ് സെയ്റ്റൺ. സെയ്റ്റന്റെ സ്പെല്ലിംഗ് SCYTON. സെയ്റ്റൺ. മാക്ബെത്ത്സ് ആർമറർ ARMOURER. മാക്ബെത്ത്സ് ആർമറർ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ മാം. അടുത്തത് 3 apparitions ഉണ്ട്. ഫസ്റ്റ് apparition, സെക്കൻഡ് apparition and തേർഡ് apparition. നമുക്ക് ഈ ഫസ്റ്റ് apparition എന്ന് പറയുന്നത് ആംഡ് ഹെഡ് ആണ്. സെക്കൻഡ് apparition ആയിട്ട് വരുന്നത് ബ്ലഡി ചൈൽഡ് ആണ്. ആൻഡ് തേർഡ് വൺ ആയിട്ട് വരുന്നത് ക്രൗൺഡ് ചൈൽഡ് ആണ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് apparition. ആരും വന്നില്ല. ഇതോ അവിടെ വെളിയിൽ നിൽക്കും. ക്ലാസ് കൊണ്ട് ചുറ്റുമുണ്ട്. ഫസ്റ്റ് apparition, സെക്കൻഡ് apparition and തേർഡ് apparition. ഓക്കെ, ഫസ്റ്റ് വൺ ആംഡ് ഹെഡ് ആണ്. സെക്കൻഡ് വൺ ബ്ലഡി ചൈൽഡ് ആണ്. തേർഡ് വൺ ക്രൗൺഡ് ചൈൽഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, നമ്മള് സോഴ്സ് നേരത്തെ നോക്കി. ഏതാണ്? ഹോളിൻഷെഡിന്റെ ക്രോണിക്കിൾസ്. പിന്നെ ഉള്ളത് ഒരു പ്രിൻസിപ്പൽ സോഴ്സ് എന്ന് പറയുന്നത് മോണോളജി എന്ന് പറഞ്ഞിട്ട് ഒരു കിങ് ജെയിംസിന്റെ ഒരു വർക്ക് പബ്ലിഷ്ഡ് ഇൻ 1597. ഓക്കെ, അതും കൂടെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. കാര്യം ഇനിയിപ്പോ ഹോളിൻഷെഡിന്റെ ക്രോണിക്കിൾസിന് പകരം ഇതാണ് ഓപ്ഷനിലുള്ളതെങ്കിലോ. DAEMONOLOGI പുഷ് ചെയ്താൽ മതി. MONOLOGIE. DAEMONOLOGIE. DAEMONOLOGIE of King James. Okay, published in 1597. കിട്ടിയോ?
Yes, ma'am. ഓക്കെ, അത് രണ്ടാമത്തെ ഇതായിട്ട് വച്ചിരുന്നാ മതി കേട്ടോ. മിക്കവാറും എന്താ ഇത് ഇനിയിപ്പോ ഹോളിൻ ഷെഡിന്റെ ക്രോണിക്കിൾസും ഇതും ഉണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മൾ എഴുതേണ്ടത്? ക്രോണിക്കിൾസ് എഴുതിയാൽ മതി കേട്ടോ. Yes. ഓക്കെ, അടുത്ത തീംസില് കറപ്റ്റിംഗ് പവർ ഓഫ് അൺചെക്ഡ് അംബിഷൻ, അതൊരു തീമാണ് കേട്ടോ. അതായത് അൺകൺട്രോൾഡ് അംബിഷൻ കാരണം വരുന്ന ഒരു കറപ്ഷൻ, ദി കറപ്റ്റിംഗ് പവർ ഓഫ് അൺചെക്ഡ് അംബിഷൻ. എഴുതിയോ? ദി കറപ്റ്റിംഗ് പവർ ഓഫ് അൺചെക്ഡ് അംബിഷൻ. കേൾക്കുന്നോ? First one, the corrupting power of unchecked ambition. Second one, the difference between kingship and tyranny. The difference between kingship and tyranny. The difference between kingship and tyranny. ഓക്കെ, അപ്പൊ കിങ്ഷിപ്പും ടിറണിയും, അത് ആ കിങ്ഷിപ്പിനെ ടിറണി അതായത് ഒരു ടിറണി ആക്കിയത് ആരാണ്? മാക്ബത്ത് ആണ്. ഓക്കെ, കേൾക്കാലോ അല്ലേ? കേൾക്കാം മിസ്. ഓക്കെ, നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് അംബിഷൻ ആൻഡ് ദ ലാസ്റ്റ് തീം ഈസ് ഗിൽറ്റ്. അപ്പൊ ഇത് നാലുമാണ് തീംസ് ആയിട്ടുള്ളത്. ദി കറപ്റ്റിംഗ് പവർ ഓഫ് അൺചെക്ഡ് അംബിഷൻ, ദി ഡിഫറൻസ് ബിറ്റ്വീൻ കിങ്ഷിപ്പ് ആൻഡ് tyranny, തേർഡ് വൺ അംബിഷൻ ആൻഡ് ദി ഫോർത്ത് വൺ ഇസ് ഗിൽറ്റ്. ഓക്കെ ആണോ? ഓക്കെ മിസ്. Next one is motives. Okay, motives, the first motive is hallucinations, and hallucinations ആരാണ് കാണുന്നത്? Two people were the victims of hallucinations. One is Lady Macbeth and the other one is Macbeth. അവർ രണ്ടുപേരും മാത്രമാണ് hallucinationന്റെ victims എന്ന് പറയുന്നത്. Okay, കിട്ടിയോ? കിട്ടിയോ? കിട്ടി. hallucinations. Next one is violence. Violenceന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? മാക്ബത്ത് തന്നെയാണ്. That is, once he gets crowned as the king of Scotland, അവിടെ നടക്കുന്നത് മൊത്തം none other than violence ആണ്. Okay, next one, prophecy. Prophecy ആരുടേതാണ്? The three witches ന്റെ. എഴുതിയോ? എഴുതി മിസ്. നെക്സ്റ്റ് വൺ ഇസ് സിംബൽസ്. സിംബൽസിൽ രണ്ട് സിംബൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ബ്ലഡ് ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് വേത്തർ. ബ്ലഡ് എന്ന് പറയുന്നത് ഇറ്റ് സിംബലൈസസ് ദി ഗിൽറ്റ് ഓഫ് മാക്ബത്ത് ആൻഡ് ലേഡി മാക്ബത്ത്. മാക്ബത്തും ലേഡി മാക്ബത്തും ചെയ്തിട്ടുള്ള ഗിൽറ്റിനെയാണ് ഏതാണ് ഈ ബ്ലഡ് കൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഓൾ ദി പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ ദിസ് ലിറ്റിൽ ഹാൻഡ് എന്ന് ആര് പറയുന്നത്? ലേഡി മാക്ബത്ത് പറയുന്നത്. ഓക്കെ, Okay. അടുത്തത് പറയട്ടെ. ബ്ലഡ് ഇസ് ദി ഫസ്റ്റ് സിംബൽ ആൻഡ് ഇറ്റ് സിംബലൈസസ് ഗിൽറ്റ് ഓഫ് മാക്ബത്ത് ആൻഡ് ലേഡി മാക്ബത്ത്. സെക്കൻഡ് വൺ വെതർ ആണ്. വെതറില് ഫസ്റ്റ് ഇറ്റ് ഇസ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആണ്. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് അക്കംപനീസ് ദി വിച്ചസ് അപ്പിയറൻസ്. thunder and lightning that accompany the witch's appearance. അപ്പൊ അതാണ് ആദ്യത്തെ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആരുടെ അപ്പിയറൻസിനെയാണ് അക്കംപനി ചെയ്യുന്നത്? വിച്ചസിന്റെ അപ്പിയറൻസിനെയാണ് അക്കംപനി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദി ടെറിബിൾ സ്റ്റോംസ് that rage on the night of Duncan's murder. ഡങ്കന്റെ മർഡറിന്റെ അന്ന് രാത്രി ഭയങ്കരമായിട്ട് സ്റ്റോമും ലൈറ്റ്നിങ്ങും തണ്ടറും എല്ലാം ഉണ്ട്. അപ്പൊ അതാണ് അടുത്ത വെതറിന്റെ സിംബൽ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് that accompany the witches' appearance. Next one is the terrible storms that rage on the night of Duncan's murder. ക്ലിയർ ആണോ? Yeah.
നോക്കൂ, these violated a natural order reflect corruption in moral and political orders. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ these violated natural order, ഈ violated ആയിട്ടുള്ള natural order, അതായത് natural നേച്ചറിന്റെ ഈ ഒരു violation, it actually reflects the corruption in the moral and political ഓർഡേഴ്സിന്റെ കറപ്ഷനെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്, റിസംബിൾ ചെയ്യുന്നത്. ഓക്കെ, റിസംബിൾ അല്ല, റിഫ്ലക്ട് ചെയ്യുന്നത്. പറയണോ അതൊരിക്കൽ കൂടെ? വേണം. These violated natural orders, these violated natural orders അല്ല, order, violated natural order എന്ന് പറയുന്നത് നേച്ചറിന് പറ്റിയ വയലേഷൻ. ഓക്കെ, these violated natural order reflect corruption in the moral and political orders. Reflect corruption in the moral and political orders. അതായത് അപ്കമിങ് ആയിട്ടുള്ള ആ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർഡേഴ്സിൽ വരാൻ സാധ്യതയുള്ള കറപ്ഷനെ ആയിരിക്കാം ഇവർ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ മിസ്. നെക്സ്റ്റ് വൺ, protagonist and antagonist. Next heading, protagonist and antagonist. നോക്കൂ, protagonist is none other than Macbeth himself. Okay, വില്ലൻ ആണ്, പക്ഷെ അതിനകത്ത് നമുക്ക് വേറെ ഒരു പ്രൊട്ടഗോണിസ്റ്റിനെ അതിനകത്ത് പറയാൻ പറ്റത്തില്ല. ആൻഡ് ദാറ്റ് ഇസ് നൺ അതർ ദാൻ വില്ലനസ് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് മാക്ബത്ത് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്റഗോണിസ്റ്റ് ആരായിരിക്കും? ആന്റഗോണിസ്റ്റ് ഇസ് ഈച്ച് ആൻഡ് എവറി അതർ ക്യാരക്ടർ ഇൻ ദി പ്ലേ സെർവ്സ് ആസ് മാക്ബത്ത്സ് ആന്റഗോണിസ്റ്റ്. അപ്പോൾ ആ പ്ലേയിലുള്ള മറ്റു ഓരോരോ ക്യാരക്ടറും മാക്ബത്തിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? So Macbeth is the protagonist of the play, and antagonist എന്ന് പറയുന്നത് each and every character in the play serves as Macbeth's antagonist. കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ എന്താണ്, മാക്ബത്ത് ഇസ് ദി വില്ലൻ, ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ലതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ നമ്മുടെ ആ ഒരു അക്കോർഡിംഗ് ടു ദി തിയറി, ഒരു പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഹി ഷുഡ് ബി ഓഫ് റോയൽ ബ്ലഡ് എന്നുള്ള ആ ഒരു നമ്മുടെ പോളിറ്റിക്സിന്റെ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ ആരെ തന്നെയാണ് പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് വില്ലൻ ആക്കുന്നത്, മാക്ബത്തിനെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാക്ബത്തിന്റെ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് സംടൈംസ് മാക്ബത്ത് ഹിംസെൽഫ്, ആൻഡ് ഓൾ ടൈംസ് ഇറ്റ് ഇസ് ഓൾ ദി അതർ ക്യാരക്ടേഴ്സ് ഹു ആർ ഇൻ ദി പ്ലേ. ക്ലിയർ ആണോ? Okay. Next, what about the setting? During 11th century Scotland. Okay, 11th century Scotland ആണ് അതിലെ setting. Next one, title എന്താണ്? ഫുൾ ടൈറ്റിൽ എന്താണ്? The Tragedy of Macbeth, അതാണ് ഫുൾ ടൈറ്റിൽ. ഓക്കെ, കേൾക്കാവോ? The Tragedy of Macbeth, അതാണ് അതിലെ ഫുൾ ടൈറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് MCQ നോക്കി. ഇത്രേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നും ഇല്ലല്ലോ. എല്ലാ പോയിന്റ്സും നമ്മൾ നോക്കിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത MCQ നോക്കാം. നോക്കൂ, അതില് ആദ്യത്തേത്
The play begins amidst dash. എന്തിന്റെ ഇടയിലാണ് ആ പ്ലേ ബിഗിൻ ചെയ്യുന്നത്? The play begins amidst thunder. തണ്ടറിന്റെ ഇടയ്ക്കല്ലേ ആ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? The play begins amidst thunder ആണ് കേട്ടോ. Who are the first characters to appear? Three witches. Three witches. Who are the first characters to appear? Three witches. അടുത്ത King of Scotland before Macbeth. Duncan. Duncan. King of Macbeth. King of Scotland before Macbeth. It is Duncan. അടുത്ത who kills Macbeth? Macbeth. Macbeth. Macbeth kills Macbeth. Which play of Shakespeare is called the Scottish play? Macbeth. A Scottish play. Which play of Shakespeare is called the Scottish play? Macbeth. കിട്ടുന്നുണ്ടോ? Okay. ഉണ്ട് മാം. Who is the queen of witches? Hecate. Hecate is the queen of witches. Next, who defeated the forces of Norway and Ireland? Macbeth and Banco. Macbeth and Banquo. Macbeth and Banquo. Next one, who is MacDonald? ആരാണ്? ശരിക്കും മാക്ഡൊണാൾഡ് നോർവേ ഒരു ട്രൈറ്റർ ആണ് മാക്ഡൊണാൾഡ്. മാക്ഡൊണാൾഡ് വാസ് ദി ഫോമർ തെയ്ൻ ഓഫ് കൗഡോർ. തെയ്ൻ ഓഫ് കൗഡോർ ആയിരുന്നു. അവസാനം അയാൾ എന്ത് ചെയ്തു? അയാൾ ശരിക്കും നോർവേയുടെയും അതുപോലെയുള്ള പല കൺട്രീസിന്റെയും ഹെൽപ്പോട് കൂടി ഒരു he just planned a sabotage and which was won over by Macbeth and Banquo. ഇയാളെ കൊല്ലാനായിട്ടാണ് ആര് പോയിരുന്നത്? മാക്ബത്തും ബാങ്കോയും. ആ ഫൈറ്റ് ആണ് ഇവർ ജയിച്ചു വരുന്നത്. ഓക്കെ. Thane of Cawdor and a traitor എന്ന് പറയാം. ക്ലിയർ ആണോ? Yes. Okay. The next one, who called Macbeth Thane of Glamis? Witches അല്ലേ? First witch ആണ്. First witch. Who called Macbeth Thane of Glamis? First witch. Second witch വിളിച്ചത് എന്താണ്? Thane of Cawdor. Thane of Cawdor. And what about the third witch? The future king. Future king, or he will be the king of Scotland. അടുത്ത he will. ക്ലിയർ ആണോ? കിട്ടുന്നുണ്ടോ? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട മാം. Okay. Next, he will father a line of kings, though he himself will not be one. He will father a line of kings,
though he himself will not be one. Who uttered these words? Witches ആണോ? അല്ല. Sorry, yes, witches. Oh, sorry, ഞാൻ വേറെന്തോ. Witches about whom? Witches about Bangor. Bangor. Where was Macbeth's castle? Macbethന്റെ castle ആണ്. Inverness. അടുത്ത who kills King Duncan? Macbeth. അടുത്ത here lay Duncan, his silver skin laced with his golden blood. Who said these words? Here lay Duncan, his silver skin laced with his golden blood. Who said these words? Macbeth. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മാക്ബത്ത് കൊന്നതിന് ശേഷം ഡങ്കനെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഞാൻ കുറച്ച് നേരത്തെ വായിച്ചതുമാണല്ലോ അത്. Macbeth. Here lay Duncan, his silver skin laced with his golden blood. Said by Duncan. Said by Macbeth. പറയട്ടെ അടുത്തത്. Yes, ma'am. All hail Macbeth, hail to the Thane of Glamis. All hail Macbeth, hail to the Thane of Glamis. Who says? ആരാണിത് പറഞ്ഞത്? First witch. Okay. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. All hail Macbeth, hail to the Thane of Glamis. It is first witch. പറയട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. എഴുതാൻ പറ്റുന്നുണ്ടോ? How many men reign as King of Scotland throughout the play? എത്ര പേരാണ് സ്കോട്ട്ലൻഡിലെ രാജാവായിട്ടിരുന്നത് ആ പ്ലേയിൽ മൊത്തമായിട്ട്? How many men reign as King of Scotland throughout the play? 3. ആരൊക്കെയാണ്? Duncan, Macbeth, Malcolm. Yes, Duncan, Macbeth and Malcolm. Duncan, Macbeth and Malcolm. Okay. Whom does Lady Macbeth frame for the murder of Duncan? Whom does Lady Macbeth frame for the murder of Duncan? Frame എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ് ബ്ലെയിം ചെയ്തത്? അല്ലല്ല, പോർട്ടറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇവർക്ക് പോർട്ടർ എന്താണ് പറയുന്നത് എന്ന് ദീസ് പീപ്പിൾ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ്. മാക്ഡഫിനും ആൾക്കാർക്കുമല്ല, ബിക്കോസ് പോർട്ടർ വാസ് ഡ്രങ്ക്. പക്ഷേ ലേഡി മാക്ബത്ത് ഫ്രെയിം ചെയ്യുന്നത് ആരെയാണ്? ഡ്രങ്കൻ ചേംബർലിൻ. Drunken Chamberlain. Okay. ഒരു സെക്കൻഡ് ഇപ്പം സ്റ്റാർട്ട് കണ്ടിന്യൂ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, നോക്കാം. ഓക്കെ, Duncan's drunken
Duncan's drunken Chamberlain. Okay. Duncan's drunken Chamberlain. Whom does Lady Macbeth frame for murder of Duncan? Duncan's drunken Chamberlain. Next one. Who kills Banquo? ബാങ്കോയെ കൊല്ലുന്നത് ആരാണ്? hired murderers. Group of dead hired A by group of murderers hired by Macbeth. A group of murderers hired by Macbeth. അടുത്ത who discovers Duncan's body? Macbeth. Macduff. Whom does Macbeth see sitting in his chair during the banquet? Bangos ghost. Banquo's ghost. Whom does Macbeth see sitting in his chair during the banquet? Banquo's ghost. അകത്ത് പോവോ, ക്ലാസ് ഉണ്ട്. സുട്ടു അകത്ത് പോ. Banquo's ghost. Okay. Whom does Macbeth see sitting in his chair during the banquet? Banquo's ghost. Okay, അല്ലേ? Okay. Next one. So foul and fair a day I have not seen. Who is the speaker? So foul and fair a day I have not seen. Who is the speaker? Macbeth. Okay. So foul and fair a day I have not seen. Macbeth is the speaker. Okay, Anu. Okay. Okay, miss. Next one. Let us not be dainty of leave taking, but shift away. Who says? Let us not be dainty of leave taking, but shift away. Let us not be dainty of leave taking, but shift away. ഇതാര് പറഞ്ഞതാണ്? ഇതാര് പറഞ്ഞത്? Let us not be dainty of leave taking, but shift away. Malcolm. എഴുതിയോ? എഴുതി മിസ്. ഓക്കെ. അതായത് അവര് പോകുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞതാണ്, മാൽക്കോം ഡൊണാൾബെയിനും. ഇനിയിപ്പോ എന്താണ്, നമുക്ക് യാത്രയൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട, നമുക്ക് പോകാമെന്നുള്ളത്. I go and it is done, the bell invites me. I go and it is done, the bell invites me. ഇതാര് പറയുന്നു? Who says? I go and it is done, the bell invites me. Who says? Macbeth. Okay. I go and it is done, the bell invites me. It is said by Macbeth. Clear ആണോ അത്? ക്ലിയർ ആണ് മിസ്. Okay. Knots, Nought apostrophe S. Knots had alls spent, all apostrophe S. Knots had alls spent. Full stop. Sorry, full stop alla comma. Knots had alls spent. Not apostrophe S. Knots had alls, all apostrophe S. Alls spent, comma. Where our desire is not without content. Where our desire is not without content. Whose words?
where our desire is not without content. Knots had all spent, where our desire is not without content. Whose words? ആരുടെ വേർഡ്സ് ആണ്? ലേഡി മാക്ബെത്ത്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, see which of the following best describes Lady Macbeth's death. എങ്ങനെയാണ് ലേഡി മാക്ബത്ത് മരിച്ചത്? സൂയിസൈഡ്. പക്ഷെ ഷീ ഡൈസ് ഓഫ് സ്റ്റേജ് ആണ്. എങ്ങനെയാണ് മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഷീ ഡൈസ് ഓഫ് സ്റ്റേജ് ആണ്. She sleepwalks off the palace wall അല്ലല്ലോ. She declares her own guilt and stabs herself with a knife അല്ലല്ലോ. Macbeth slays her in revenge for his own wife's murder അല്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ ഷീ ഡൈസ് ഓഫ് സ്റ്റേജ് ആണ്. മരിച്ചു എന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അടുത്ത whom does Macbeth okay. What vision does Macbeth have before he kills Duncan? ഡാഗർ. Dagger. അതന്നെ. He sees a floating dagger pointing to Duncan's chamber. What vision does Macbeth have before he kills Duncan? What vision does Macbeth have before he kills Duncan? He sees a floating dagger pointing him to Duncan's chamber. Okay ആണോ? He sees a floating dagger pointing him to Duncan's chamber. Okay. അടുത്ത്, with whom are the Scots at war at the beginning of the play? Play start ചെയ്യുമ്പോൾ Norway. With whom are the Scots at war at the beginning of the play? Norway. With whom are the Scots at war at the beginning of the play? Norway. അടുത്ത, which nation's army invades Scotland at the end of the play? England. Which nation's army invades Scotland at the end of the play? England. See what happens to Lady Macbeth before she dies. Sleepwalking. She is plagued by fits of sleepwalking. What happens to Lady Macbeth before she dies? She is plagued by fits of sleepwalking. She is plagued by fits of sleepwalking. കിട്ടിയോ? She is plagued by fits of sleepwalking. കിട്ടിയല്ലോ അല്ലേ? Yes. Who kills Lord Seward's son? അതായത് യങ് സീവേർഡിനെ ആരാണ് കൊന്നത്? Who kills young Seward? Macbeth. അടുത്ത, where are Scottish kings crowned? Scone.
SCON is con. Next one. Why is Macbeth able to kill Macbeth despite the witch's prophecies? Why is Macbeth able to kill Macbeth despite the witch's prophecy? He was ripped from his mother's womb, His what is and a cesarean ഒരു birth അല്ലേ? അതെ സിസേറിയൻ സെക്ഷൻ. He was born. കേൾക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണേ മിസ്സേ. Question. Why is Macbeth able to kill Macbeth? Why is Macbeth able to kill Macbeth despite the witch's prophecy? Why is Macbeth able to kill Macbeth despite the witch's prophecy? Because he was born by cesarean section. Because he was born by cesarean section. കിട്ടിയോ? കിട്ടി മിസ്സേ. അടുത്ത where is Duncan killed? Macbeth's castle. ഡങ്കൻസ് കാസിൽ. Duncan's castle അല്ല. Macbeth. Macbeth's castle. Macbeth's Macbeth's castle in castle at Inverness. Macbeth's castle at Inverness. Inverness. Bed chamber of Macbeth's castle at Inverness. Okay. Who flees Scotland to join Malcolm in England? Macbeth. Macbeth. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ മാം? Who flees Scotland to join Malcolm in England? Who flees Scotland to join Malcolm in England? Macbeth. എഴുതിയോ? യെസ് മാം. Next one. What was the weather like the night Duncan was murdered? സ്റ്റോം. Stormy and violent. എഴുതിയോ? അടുത്ത ഹൂ കിൽസ് ലേഡി മാക്ബത്ത് എന്ന് ചോദിച്ചാൽ ലേഡി മാക്ബത്ത് ഹെർസെൽഫ് തന്നെ കേട്ടോ. ദാറ്റ് ഈസ് ഷീ കമ്മിറ്റ് സൂയിസൈഡ് എന്നാണ് പറയുന്നത്, പക്ഷെ എങ്ങനെ എന്ന് നമ്മൾ കാണുന്നില്ല. ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ഓഫ് സ്റ്റേജ്. ഓക്കെ, അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. അത് തന്നെയാണ്. അതായത് ഷീ ഡൈസ് ഓഫ് സ്റ്റേജ് വിത്ത് സൂയിസൈഡ് ബീയിങ് സജസ്റ്റഡ് ആസ് ഇറ്റ്സ് കോസ്. അപ്പോ ഷീ ഡൈസ് ഓഫ് സ്റ്റേജ് with suicide being suggested as its cause when Malcolm declares she died by herself and violent hands. She died by herself and violent hands. ആ ഗ്രൂപ്പിൽ ഇട്ടേക്കട്ടെ, ഞാനിത് എഴുതിയെടുക്കാമല്ലോ. കാര്യം ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ആയി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. കിട്ടിയോ? ഷീ ഡൈസ് ഓഫ് സ്റ്റേജ്. ഓഫ് സ്റ്റേജ് മീൻസ് നമ്മൾ സ്റ്റേജിലല്ല, കാണിക്കുന്നില്ല, പറയുന്നതേ ഉള്ളൂ. ആൻഡ് സജസ്റ്റ് ദാറ്റ് ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പൊ അതിനെ മാൽക്കമിന്റെ ഇതെന്തായിരുന്നു? വെൻ മാൽക്കം ഡിക്ലെയർസ് ദാറ്റ് ഷീ ഡൈഡ് ബൈ സെൽഫ് ആൻഡ് വയലന്റ് ഹാൻഡ്സ്. So that means she committed suicide. കിട്ടിയല്ലോ അല്ലേ? Okay.
അപ്പൊ who kills Lady Macbeth എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is Lady Macbeth herself. Okay. Who flees Scotland immediately after Duncan's death? Malcolm and Donalbain. Malcolm and Donalbain. Malcolm and Donalbain. അടുത്തത് who jokes that he works at Hellgate? Porter. The porter. Who jokes that he works at Hellgate? The porter. അടുത്ത what title is Macbeth given after his victory in Act 1? Pain of അല്ലല്ല. Thane of Glamis, he was the Thane of Glamis. അങ്ങനെയാണ് അയാൾ എന്തിന് പോകുന്നത്? ഫൈറ്റിന് പോകുന്നത്. He was conferred the title of the Thane of Cawdor after the victory. വിക്ടറിക്ക് ശേഷം അയാൾക്ക് കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് Thane of Cawdor ആണ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാമോ? What title is Macbeth given after his victory described in Act 1? What title is Macbeth given after his victory described in Act 1? Thane of Cawdor. കിട്ടിയല്ലോ അല്ലേ? Yes, ma'am. കിട്ടി. Next, who tells Macbeth that his family has been killed? Who tells Macbeth that his family has been killed? Rose ആണ് പറയുന്നത്. Okay, Rose tells Macbeth that his family has been killed. Okay ആണോ? Okay. Yes, ma'am. Next, how does Birnam would come to Dunsinane? Malcolm's army. Malcolm's army hides behind the cut-off tree branches. Malcolm's army hides behind the cut-off tree branches. Okay ആണോ? അടുത്ത who is the king when the play starts? Duncan is the who is the king when the play starts? It is Duncan. അടുത്ത whom does Macbeth defeat in battle? Pain of അല്ലല്ലോ. The armies of Norway and Ireland. The armies of Norway and Ireland. എന്തുകൊണ്ടെന്നറിയോ? നോർവേയിലെയും അയർലൻഡിലെയും ആർമീസിനെ കൂട്ടിന് വിളിച്ചാണ് തെയ്ൻ ഓഫ് കൗഡോർ എന്ത് ചെയ്തത്? ആ ഒരു സാബട്ടേജ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു കോൺസ്പിറസി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു മിസ്സേ? Whom does Macbeth defeat in battle? The armies of Norway and Ireland. Okay, miss. What do the witches prophesy? Macbeth will be the king and Banquo's children will be kings. Macbeth will be king and Banquo's children will be kings. അടുത്ത what title predicted by the witches does Macbeth receive? Thane of Cawdor. Thane of Cawdor. Who is made heir to Duncan's throne? Malcolm. Malcolm, Duncan's son.
ആദ്യത്തെ പ്രാവശ്യം ആയത് ആരായിരുന്നു? മാക്ബത്ത് ആയിരുന്നു. അതിന് ശേഷമാണ് ആര് വരുന്നത്? മാൽക്കം വരുന്നത്. അപ്പൊ ആൻസർ മാൽക്കം ആണോ മാം അതോ മാക്ബെത്ത് ആണോ? മാൽക്കം എഴുതിയാ മതി. ഓക്കെ മാം. പക്ഷെ ഇത് ഓർമ്മയിരിക്കണം. കാര്യം എന്താ അതിന്റെ ശരിക്കുമുള്ള ഒരു റിയൽ അയർ എന്ന് പറയുന്നത് ആരാണ്? മാൽക്കം തന്നെയാണ്. പക്ഷെ മാൽക്കമും ഡൊണാൾഡിനും അവിടുന്ന് ഫ്ലീ ചെയ്തത് കൊണ്ട്, വേറെ റിലേറ്റീവ്സ് ആയിട്ടും ആരും ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ മാക്ബത്ത് ഒരു അകന്ന റിലേറ്റീവ് ആയതുകൊണ്ട് മാക്ബത്തിന് എന്ത് ചെയ്തു? ആദ്യത്തെ പ്രാവശ്യം ക്രൗൺ കൊടുത്തു. ഓക്കെ. ഓക്കെ മാം. അടുത്ത്, വാട്ട് ഡസ് ലേഡി മാക്ബത്ത് റിസോൾവ് ടു ഡു? See, Lady Macbeth resolves to do whatever is necessary to help Macbeth become king. മാക്ബത്തിനെ രാജാവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാനാണ് ലേഡി മാക്ബത്ത് എന്ത് ചെയ്തിരുന്നത്? തീരുമാനിച്ചിരുന്നത്. ഓക്കെ. വാട്ട് ഡസ് ലേഡി മാക്ബത്ത് റിസോൾവ് ടു ഡു? Whatever necessary to help Macbeth become king. ഓക്കെ ആണോ? കിട്ടിയോ? Okay. Yes, ma'am. Okay, what does Lady Macbeth think Macbeth lacks? What does Lady Macbeth think Macbeth lacks? See, പറഞ്ഞോളൂ കേശു. എന്തോ കറേജ് ആണോ? കറേജ് അല്ല, കറേജ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ മാക്ബത്ത് അപ്പോഴും എന്ത് ചെയ്തില്ല? അനങ്ങിയില്ല. അവസാനം പറഞ്ഞത് എന്താണ്? സി, he doesn't have the manliness to follow through on his ambitions എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ he doesn't have the manliness to acquire his ambition എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോഴാണ് മാക്ബത്ത് പതിയെ എന്ത് ചെയ്തത്? കൊല്ലാൻ റെഡിയാകുന്നത്. The manliness to follow through on his ambitions. എഴുതിയോ? കിട്ടിയോ? പറയണോ ഞാൻ? കിട്ടി മിസ്, കിട്ടി. What do Lady Macbeth's words "unsex me here" mean? ഈ മർഡർ കഴിഞ്ഞതിന് ശേഷം she says, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? what do Lady Macbeth's words "unsex me here" mean? What do Lady Macbeth's words "unsex me here" mean? That is, she wants to set aside her feminine sentiments that could hinder her from doing bloody things. അതായത് ശരിക്കും പറഞ്ഞാൽ ഡങ്കനെ കൊല്ലുക പോലെയുള്ള ബ്ലഡി മീൻസ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ലേഡിക്ക് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് കൊണ്ടാണ് she says, unsex me here so that I could do all those bloody things. മനസ്സിലായോ അത്? ആൻസർ ഒന്നുകൂടെ പറയാം മിസ്സേ. ആൻസർ പറയാം. കാര്യം മനസ്സിലായോ? മനസ്സിലായി. Okay. She wants to set aside aside feminine sentiments. She wants to set aside feminine sentiments that could hinder bloody ambitions. She wants to set aside feminine sentiments that could hinder bloody ambitions. Okay ആണോ? ഓക്കെ. Next one. What does Macbeth realize about the consequences of Duncan's murder? What does Macbeth realize
about the consequences of Duncan's murder? What does Macbeth realize about the consequences of Duncan's murder? See, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ other than satisfying his own ambitions, it will make everything worse എന്നാണ് മാക്ബത്തിന് മനസ്സിലായത്. Okay, other than satisfying his own ambitions, it will make everything worse. Other than satisfying his own ambitions, it will make everything worse. Clear ആണോ അത്? Yes. Next one. What is Lady Macbeth's plan for murdering Duncan? What is Lady Macbeth's plan for murdering Duncan? എന്തായിരുന്നു ലേഡി മാക്ബത്ത്? Macbeth will stab him in his sleep. Macbeth will stab him in his sleep and plant the bloody evidence on his servants. എന്നിട്ട് ആ ബ്ലഡി എവിഡൻസ് എന്ന് പറയുന്ന ബ്ലഡി എവിഡൻസ് എന്താണ്? നമ്മുടെ ആ കത്തി ആരുടെ മേൽ കൊണ്ടുവയ്ക്കും? നമ്മുടെ സെർവൻസിന്റെ മേൽ. Macbeth will stab him in his sleep and plant the bloody evidence on the servants. Macbeth will stab him in his sleep and plant the bloody evidence on the servants. Clear ആണോ? കിട്ടിയോ? Next Yes. one. Why is Bango late to the feast? Why is Bango feast അല്ല? Why is Bango late to the late to Duncan's palace? Feast അല്ല, Duncan's palace. Because he had nightmares about the witches. He had nightmares about the witches. കിട്ടിയോ? What does Macbeth hear a voice saying? What does Macbeth hear a voice saying? ഡങ്കനെ കൊന്നതിന് ശേഷം മാക്ബത്ത് ഒരു വോയിസ് എന്തോ പറയുന്നതായിട്ട് മാക്ബത്ത് കേൾക്കും. എന്താണത്? വാട്ട് ഡസ് മാക്ബത്ത് ഹിയർ എ വോയിസ് സേയിങ്? മാക്ബത്ത് കൊന്നു എന്ന് പറയില്ലേ? ആരെ കൊന്നു? ദാറ്റ് ഹി മർഡേർഡ് സ്ലീപ്പ്. ഉറക്കത്തിനെ കൊന്നു എന്നാണ്. ദാറ്റ് ഹി മർഡേർഡ് സ്ലീപ്പ്. That he murdered sleep. കിട്ടിയോ? അടുത്തത് നോക്കൂ. Why does Lady Macbeth say she didn't kill the king herself? Why does Lady Macbeth say she didn't kill the king herself? Why does Lady resembles her father. That he resembles her father. അത് തന്നെയാണ്. Why does Lady Macbeth say she didn't kill the king herself? That he resembles her father. കിട്ടിയോ? Yes.
Okay, how does Lady Macbeth feel about how Macbeth carried out the murder? How does Lady Macbeth feel about how Macbeth carried out the murder? She feels ashamed. She feels ashamed. അതെന്തുകൊണ്ടാണ്? She feels ashamed because അയാൾ എന്താണ് വളരെ എന്താണ് സ്കെയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം, ഒരു ജനറൽ ആയിട്ട് പോലും വളരെ സ്കെയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. സോ ഷീ ഫീൽസ് അഷെയിംഡ്. കിട്ടിയോ ക്വസ്റ്റ്യൻ ഒക്കെ? What does the porter say that drinking causes? What does the porter say that drinking causes? No, a red nose, sleep, impotency and urination. A red nose, sleep, urination and impotence. A red nose, sleep, urination and impotence. കിട്ടിയോ? അപ്പൊ what does the porter say that drinking causes red nose, sleep, urination and impotence? Who kills the servants who look guilty of the murder of Duncan? Macbeth. അല്ലെങ്കിൽ who kills the chamberlains of Duncan? Macbeth. അടുത്ത, how does Lady Macbeth publicly react to the news of the murder? How does Lady Macbeth publicly react to the news of the murder? She says it is horrible and she pretends to faint. Horrible എന്ന് പറഞ്ഞിട്ട് അവർ ബോധം കെട്ട് വീഴുന്നത് പോലെയാണ് കാണിച്ചത്. She says it is horrible and pretends to faint. FAINT. കിട്ടിയോ? കിട്ടി. Why do Malcolm and Donalbain run away from the court? അവരെയും കൊല്ലുമെന്ന് പേടിച്ചിട്ട്. They fear they are next to be murdered. They fear they are next to be murdered. They fear they are next to be murdered. Next one. പറയട്ടെ. Why is Macbeth named king instead of Duncan's son and heir Malcolm? Why is Macbeth named king instead of Duncan's son and heir Malcolm? എന്തുകൊണ്ടാണ് മാൽക്കമിനെ അല്ലാതെ മാക്ബത്തിനെ അയറായിട്ട് തീരുമാനിക്കുന്നത്? Malcolm runs away. അല്ലെ? Malcolm runs away and at least some people believe that it is done by Malcolm and Donalbain. അധികാരത്തിന് വേണ്ടി മാൽക്കമും ഡൊണാൾബെയിനും ചെയ്തോ എന്നൊരു ഡൗട്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്.
Okay. Okay. കിട്ടിയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നത്. Why did Macbeth became the heir? Why did Macbeth became the heir of king instead of Malcolm? Instead of Malcolm. Okay, miss. One second. Next one. What does Banquo wonder about the witches' prophecy? What does Banquo wonder about the witches' prophecy? കേൾക്കുന്നോ? കേൾക്കാം. കേൾക്കാം. കേൾക്കാം മിസ്. What does why അല്ല what does Banquo wonder about the witches' prophecy? എന്തായിരുന്നു ബാങ്കോയുടെ ഒരു ഡൗട്ട്? Whether his descendants will become kings. കഴിഞ്ഞോ? കഴിഞ്ഞു. How does Macbeth feel about Banquo? മാക്ബത്തിന് എന്താണ് ബാങ്കോയോട് തോന്നിയത്? See, he fears that Banquo and his sons will cut short his reign. അടുത്ത ബാങ്കോയുടെ മക്കളാണ് പിന്നെ അങ്ങോട്ട് കിങ്സ് ആകുന്നത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ he was afraid that Banquo and his sons will cut short the reign. Reign means rule of Macbeth. Okay. ക്ലിയർ ആണോ? കേൾക്കുന്നോ? Okay. Okay, ma'am. Next. What does Macbeth hire 3 men to do? What does Macbeth hire 3 men to do? To kill Banquo and his son. To kill Banquo and his son. See, does Lady Macbeth think murder of Banquo and his son are necessary? ബാങ്കോയെയും മകനെയും കൊല്ലണമെന്ന് ലേഡി മാക്ബത്തിന് ആഗ്രഹമുണ്ടായിരുന്നോ? No. No. Does Lady Macbeth think the murder of Banquo and his son are necessary? No. Do the assassins succeed in killing Banquo and Fleance? Do the assassins succeed in killing Banquo and Fleance? Fleance escape ആവും. They killed Banquo, but Fleance escapes. See, what did Macbeth feel about Fleance getting away or escaping? See, it leaves him vulnerable. It leaves him vulnerable. It leaves him vulnerable. അതായത് ഡേഞ്ചറസ് ആണ് എന്ന് തോന്നി. അടുത്ത, how does Lady Macbeth explain Macbeth's odd behavior? How does Lady Macbeth explain Macbeth's odd behavior? Say, what she says is, don't worry, he usually have strange visions right from his childhood onwards. അതായത് പേടിക്കേണ്ട കാര്യമില്ല, കുട്ടിക്കാലം മുതൽ ഇതുപോലുള്ള സ്ട്രേഞ്ച് വിഷൻസ് കണ്ട് പേടിക്കാറുള്ളതാണ് മാക്ബത്ത് എന്നാണ് പറഞ്ഞത്.
She says not to worry because because he has had strange visions since childhood. Because he has had strange visions since childhood. Okay, Anna. Okay. മാം ആൻസർ ഒരിക്കൽ കൂടെ. She says not to worry. She says not to worry because കേൾക്കുന്നു അനീഷ? മാം കേൾക്കാം. Because he has had strange visions. Because he has had strange visions since childhood. Because he has had strange visions since childhood. ഓക്കെ മാം. Okay, Anna. ഓക്കെ മാം. Okay, what does Hecate, the goddess of witchcraft, plan for Macbeth? Macbethന് എന്ത് കാണിച്ചു കൊടുക്കാനാണ്? See, she used the charms to show him the vision that will falsely make him feel secure. She uses the charms to show him some visions. She uses the charms to show him some visions. എഴുതിയോ? Okay, എഴുതുന്നു. She uses the charms to show him some visions that will falsely make him feel secure. That will falsely make him feel secure. That will falsely make him feel secure. മാം ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? What does Hecate, the goddess of witchcraft, plan for Macbeth? What does Hecate, the goddess of witchcraft, plan for Macbeth? കിട്ടിയോ? ഓക്കെ മാം. യെസ്. Why does Macbeth go to England? To join Malcolm's army. And to ask help from King Edward. To ask help from King Edward and to join Malcolm's army. Okay, Anna. Yes, ma'am. Okay, miss. How many apparitions do the witches show Macbeth? 3. 3. 1 second. 3. Next one. What does Macbeth do when he hears Macbeth has fled to England? What does Macbeth do when he hears Macbeth has fled to England? He ordered to kill his family. He orders the murder of Macbeth's family. Okay. Next one. What do Macbeth's wife and son argue about? What do Macbeth's wife and son argue about? Whether Macbeth has betrayed them or not. Whether Macbeth has betrayed them or not. എഴുതിയോ?
കിട്ടിയായിരുന്നോ? What do Macduff's wife and son argue about? They argue whether Macduff has betrayed them or not. കിട്ടുന്നുണ്ടോ? Yes, ആ ma'am. മിസ്. Okay, next question. What does Malcolm say to test Macduff's loyalties to Scotland? What does Malcolm say to test Macduff's loyalty to Scotland? Your question. No. What does Malcolm say? What does Malcolm say What does Malcolm say to test Macduff's loyalty to Scotland? What does Malcolm say to test Macduff's loyalty to Scotland? പറയട്ടെ. Okay. He says he is more ambitious, greedy, and bloodthirsty than Macbeth. He says he is more ambitious. He is more ambitious, greedy, and bloodthirsty. He says he is more ambitious, greedy, and bloodthirsty than Macbeth. Than Macbeth. Than Macbeth. Okay, Anna. Okay. Okay, ma'am. What does Macduff plan when he hears what happened to his family? What does Macduff plan when he hears what happened to his family? മാക്ബത്തിനോട് പ്രതികാരം ചെയ്യും. A revenge on Macbeth. What does Macduff plan when he hears what happened to his family? Revenge on Macbeth. A revenge on Macbeth. See, what does Lady Macbeth obsesses over as she goes mad? What does Lady Macbeth obsesses over? What does Lady Macbeth obsess over as she goes mad? എന്തായിരിക്കും? കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നു മിസ്. ബ്ലഡ് ആണ്, ബ്ലഡ്. അതുകൊണ്ടല്ലേ what she says, she cannot, all the perfumes of Arabia cannot sweeten her little hand എന്ന്. What does Lady Macbeth obsess? What does Lady Macbeth obsess over? What does Lady Macbeth obsess over as she goes mad? Blood. Blood. കഴിഞ്ഞോ? അടുത്ത what armies join forces against Macbeth? ഇംഗ്ലണ്ട്, ബ്രിട്ടനും സ്കോട്ട്ലൻഡും. സ്കോട്ട്ലാൻഡ്. Scottish and British. What army
Scottish and British. Scottish and British. Scottish and British. In what way is Macbeth not of woman born? In what way is Macbeth not of woman born? He was ripped from his mother's womb. Ripped from his mother's womb. That is cesarean section. Cesarean section. Next one. Who kills Macbeth and puts his head on a spike? Macbeth. Macbeth. Who kills Macbeth and puts his head on a spike? Macbeth. ഒരു മിനിറ്റ്. അടുത്ത whose children are prophesied to one day inherit the throne of Scotland? Bangkok. Banquos. Who is Malcolm? Son of Duncan. Son of Duncan, who eventually becomes the king. Who is Macbeth? Noble person who leads the revolt against Macbeth. Who first leads Macbeth's thoughts toward murder as a means to his ambitious ends? അതായത് മർഡർ എന്ന് പറയുന്നത് അയാളുടെ അംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു വഴിയാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുത്തത് ആരാണ്? അല്ല, ദ ത്രീ വിച്ചസ് ആണ്. കാര്യം ത്രീ വിച്ചസ് അല്ലേ ഈ ഒരു തോട്ട് മനസ്സിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനുകൊണ്ട് വളം ഇട്ട് കൊടുക്കുകയല്ലേ ലേഡി മാക്ബത്ത് ചെയ്തത്. അല്ല ലേഡി ഇങ്ങനെ ഒരു തോട്ടം ഇല്ലായിരുന്നോ എങ്കിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഇവരെ ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയോ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഫസ്റ്റ് ലീഡ്സ് മാക്ബത്ത്സ് തോട്ട്സ് ടുവേർഡ് മർഡർ ആസ് എ മീൻസ് ടു ഹിസ് അംബീഷ്യസ് എൻഡ്സ്? The three witches. Okay. Which king does Macbeth murder in the beginning of the play? Duncan. See, what kind of warrior does Macbeth sound like? What kind of warrior does Macbeth sound like as described by the wounded captain at the beginning of the play? What kind of warrior does Macbeth sound like as described by the wounded captain at the beginning of the play? What kind of warrior does Macbeth sound like as described by the wounded captain at the beginning of the play? Answer: honorable, brave, and brave എന്ന് പറഞ്ഞു. Honorable, brave, and loyal. Honorable, brave, and loyal. See the next one. What two impulses are at war? What two impulses are at war within
Macbeth's mind? What two impulses are at war within Macbeth's mind? C. Ambition and a sense of wrong. Ambition and a sense of wrong. അടുത്തത് പറയട്ടെ. How does Lady Macbeth achieve her ambitious plans for Macbeth? How does Lady Macbeth achieve her ambitious plans for Macbeth? എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? Through manipulations. How does Lady Macbeth achieve her ambitious plans for Macbeth? Through manipulation. കഴിഞ്ഞോ? കഴിഞ്ഞു. What is the nickname for the three witches? What is the nickname for the three witches? The Weird Sisters. WEIRD. The Weird Sisters. WEIRD. The Weird Sisters. The Weird Sisters. Next one. Which quality best characterizes the witches? Which quality best characterizes the witches? Instinctive evil ആണ് കേട്ടോ. Instinctive evil. Instinctive evil. Instinctive evil. Next one. What does the play suggest happens when one uses violence to attain power? What does the play suggest happens? കേൾക്കുന്നോ? Yes, ma'am. What does the play suggest happens when one uses violence? When one uses violence to attain power. What does the play suggest happens when one uses violence to attain power? See, it begets more violence. ഒരിക്കൽ violence start ചെയ്താൽ അത് പിന്നെയും ഏതിലേക്ക് എത്തും? വയലൻസിലേക്ക് എത്തും. See, what are most of the witches' prophecies? ഈ വിച്ചസിന്റെ prophecies ഏത് ഫോമിലാണ് വരുന്നത്? What are most of the witches' prophecies? Riddles ആണ് കേട്ടോ. Riddles that are fulfilled. കടങ്കഥകൾ. Fulfilled ആയിട്ടുള്ള riddles. Riddles that are fulfilled. Next one. Blood symbolize ചെയ്യുന്നത് എന്തിനെയാണ്? Guilty ആണ്. Guilt. Blood symbolizes guilt. Okay. എത്ര ക്വസ്റ്റ്യനായി? 83. Okay.
ബാക്കി ഇതിനകത്ത് ഇനിയും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ അയച്ചേക്കാമേ, PDF ആയിട്ട് അയച്ചേക്കാവേ ഓക്കെ മിസ്. കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് തുടങ്ങാം? അടുത്ത ക്ലാസ്സിൽ വാട്ടറിംഗ് ഹൈറ്റ്സ് തുടങ്ങാം കേട്ടോ. തുടങ്ങി കംപ്ലീറ്റ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. മാക്ബത്ത് ഓക്കെ അല്ലേ? യെസ് മാം. ആണ്. ഓക്കെ ആയി. ശരി, പഠിക്കുന്നുണ്ടോ? കൺഫർമേഷൻ വന്നോ? ഇല്ലല്ലോ. മറ്റുള്ള അതായത് ഇപ്പം ഡിക്ലെയർ ചെയ്ത പരീക്ഷ മാറ്റി വെച്ചല്ലേ? മാറ്റി വെച്ചു. എന്നത്തത് മാറ്റി വെച്ചത്? 2 മാറ്റിയോ? സോഷ്യൽ സയൻസും മാത്സും മാറ്റി. അത് രണ്ടുമല്ലേ ഡിക്ലെയർ ചെയ്തോടുന്നുള്ളൂ? അത് 3 മാറ്റി കാണും അല്ലേ? നാച്ചുറൽ സയൻസ് മാത്രമായിട്ട് മാറ്റാതിരിക്കില്ല. അത് കഴിഞ്ഞോ? നടന്നു കഴിഞ്ഞല്ലോ? ഇല്ല, 20th ശേഷമാണ് എക്സാം. 22nd ഓ, അത് മാറ്റിയിട്ടില്ല അല്ലേ? ഇല്ല. ഓ, അതായത് ഫെബ്രുവരി 2nd വീക്ക് വരെ ഉള്ള എക്സാംസ് മാറ്റി, അതിനുശേഷം ഉള്ളത് മാറ്റിയിട്ടില്ല. ഫെബ്രുവരി 19th വരെയുള്ള എല്ലാ എക്സാംസും മാറ്റി. അത് തന്നെ, അതാണ് 2nd വീക്ക്. ഓക്കെ. നമുക്ക് ഏപ്രിലൊക്കെ പ്രതീക്ഷിക്കാമായി. ഈ മാസം കൺഫർമേഷൻ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലല്ലേ നടക്കൂ? ഓക്കെ, ശരി. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.